കൊളോസോസ് 3:12 ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നഖശികാന്തം എതിർത്തിരുന്ന ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം കുഷ്ഠരോഗികളെ നോക്കുന്നതിനും കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഗവൺമെൻറ് സ്ഥലം കൊടുക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ വിമർശനമുണ്ടായിരുന്നു. നിരന്തരമായി അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വീട്ടുകാരും സ്വന്തക്കാരുമെല്ലാം അദ്ദേഹത്തെ പുറത്താക്കി. കാരണം അദ്ദേഹത്തിൽ കുഷ്ഠരോഗം കണ്ടു തുടങ്ങി എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായി. അങ്ങനെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യത്തിൽ മദർ തെരേസ ഇതറിഞ്ഞ് അദ്ദേഹത്തെ തൻ്റെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു. വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അദ്ദേഹത്തിന് ചികിത്സ നൽകി. വളരെ കൃത്യമായി ചികിത്സ നൽകി അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം സുഖപ്പെട്ടു. ആ മദറിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി. അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. മദറിനോട് വലിയ സ്നേഹം തോന്നി. അങ്ങനെ മദറിൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുഷ്ഠരോഗികളുടെ ശുശ്രൂഷയുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിയായി മാറി. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം ശത്രുക്കളെപ്പോലും മിത്രമാക്കി മാറ്റുന്നു. വിശുദ്ധ മദർ തെരേസയെപ്പോലെ കൊളോസോസ് 3:12 പറയുന്ന ദൈവിക പുണ്യങ്ങളാൽ നിറയപ്പെടുവാനും ജ്വലിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.